നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധത്തിൻ്റെ ഗതി പ്രവചനാതീതമായ രീതിയിൽ മാറിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. സമാധാനത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. യുഎയിലെ തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ വ്യാപകമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ മേഖലയിലാകെ ഭീതി പടർന്നിരിക്കുകയാണ്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ടാർഗ് ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണമാണ് ഇറാൻ്റെ പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇതിന് മറുപടിയായി US സഖ്യകക്ഷികളെയും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഇപ്പോൾ പ്രത്യാക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. നിലവിൽ യുഎയിലെ പ്രമുഖ നഗരങ്ങൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ദുബായ്, അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ അധികൃതർ താൽക്കാലികമായിട്ട് റദ്ദാക്കി. ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം ഇതോടെ പൂർണ്ണമായിട്ടും സ്തംഭിച്ച അവസ്ഥയിലാണ്. വിമാനങ്ങൾ കൂട്ടത്തോടെ വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്തതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. സാഹചര്യം സങ്കീർണമായതോടെ യുദ്ധം ഇനിയും വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ തൊടുത്തുവിടുന്ന ഡ്രോണുകൾ ദുബൈയിലെയും അബുദാബിയിലെയും വലിയ കെട്ടിടങ്ങളെയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളെയും ലക്ഷ്യം വെക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. യുഎയ്ക്ക് പുറമെയായിട്ട് കുവൈറ്റിലും സ്ഥിതിഗതികൾ ഒട്ടും ശാന്തമല്ല. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് റൺവേകൾ അടയ്ക്കുകയും വ്യോമപാത പൂർണ്ണമായിട്ടും നിരോധിക്കുകയും ചെയ്തു. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുബൈയിലെ മറീന, അൽ സഫൂഫ തുടങ്ങിയ മേഖലകളിൽ ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടും പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ ദുബൈയിലേക്ക് എത്തിയ പല ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും പ്രതിരോധ സേന വിജയകരമായി തന്നെ പരാജയപ്പെടുത്തിയതായിട്ട് ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നു. എങ്കിലും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് തുടരുകയാണ്. സൗദി അറേബ്യയും ഒമാനും സമാനമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൗദിക്ക് നേരെ വിക്ഷേപിച്ച 28 ഡ്രോണുകളെ അവരുടെ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. എന്നാൽ ഒമാനിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഈ യുദ്ധം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. പാം ജുമേറയിലെ ഫെയർമൗണ്ട് ഹോട്ടൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ വമ്പൻ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ നടന്നതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ജുമേറ ബീച്ചും അതോടൊപ്പം തന്നെ അറ്റ്ലാന്റിസ് റിസോർട്ടും പൂർണ്ണമായിട്ടും ഇപ്പോൾ വിജനമാണ്. ആഡംബര ഹോട്ടലുകളും സ്വിമ്മിംഗ് പൂളുകളും ബീച്ച് ബാറുകളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് ഗൾഫിലെ ടൂറിസം മേഖലയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. സാമ്പത്തിക രംഗത്തും ഈ യുദ്ധം കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇന്ധന വിതരണം തടസ്സപ്പെടുന്നത് അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്നതിനാൽ തന്നെ വൻ ശക്തി രാജ്യങ്ങൾ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ടെഹ്റാനിലെ ഭൂഗർഭ ആയുധപ്പുരകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേലും അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ കൂടി നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കുചേർന്നതോടെ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ലഭ്യമായ വിമാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് അനിയന്ത്രിതമായി തന്നെ വർദ്ധിക്കുന്നത് പ്രവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. യുഎയിലെ ഈ യുദ്ധ സാഹചര്യം കേരളത്തിലും വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെയും ബാധിക്കുന്നതായിരിക്കും. ഗൾഫിലുള്ള തങ്ങളുടെ ഉറ്റവരെക്കുറിച്ചുള്ള പേടിയിലാണ് ഇപ്പോൾ നാട്ടിലുള്ള ബന്ധുക്കൾ പോലും. സാധാരണ ജനജീവിതത്തെ യുദ്ധം സാരമായിട്ട് ബാധിക്കുമ്പോൾ ഇനിയുള്ള ഓരോ നിമിഷവും വളരെ ഭീതിയോടെയാണ് പ്രവാസികൾ തള്ളി നീക്കുന്നത്. ഗൾഫ് മേഖലയിലെ സമാധാനം തിരികെ കൊണ്ടുവരാനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യം അത് അങ്ങേയറ്റം സംഘർഷഭരിതമായി തുടരുകയാണ്.